ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ ചിന്താമണിയാണ്. ചിക്കൻ ചിന്താമണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ചിന്താമണി ഉണ്ടാക്കുന്നത് ഒരു തമിഴ്നാട് ഡിഷാണ് ചിന്താമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് അധികം മസാലകളൊന്നുമില്ലാത്ത നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അത് കഴിക്കാൻ. അതിങ്ങനെ ചോറിന് കൂട്ടി കുഴച്ച് കഴിക്കണം. ഒരു തോരനും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ആ കറി കിട്ടുക. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ആ 1 കിലോ ചിക്കനിലേക്ക് ഞാൻ 25 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് അത് നല്ലോണം എണ്ണയിൽ വഴറ്റി വരുന്ന സമയത്ത് വലിയ ജീരകം 1 ടീസ്പൂൺ, വലിയ ജീരകം 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഇവ നല്ലോണം മിക്സിയിൽ ചതച്ചെടുത്ത്, അരയരുത്, ചതച്ചെടുക്കാൻ പോകണം. അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് സവാളൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമ്മുടെ കാശ്മീരി ചില്ലി ഇല്ലേ, അതിൻ്റെ കുരുകളൊക്കെ കളയണം. ഞാൻ കാശ്മീരി ചില്ലിന് എരിവില്ല, അപ്പോൾ ഞാനൊരു 10 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് മാത്രമേ എടുത്തിട്ടുള്ളൂ, മുളകും മാത്രം. അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതാക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ചിക്കൻ എടുക്കണം അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടണം. ഒരു നുള്ള് ഗരം മസാല കേട്ടോ, ഒരു നുള്ള് ഗരം മസാല, വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ വെച്ചാൽ അപാര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. വെളിച്ചെണ്ണയിൽ സൺഫ്ലവറിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നല്ലെണ്ണയിലാണ് ഇത് വെക്കാറ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലെണ്ണയുടെ ചുവ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിൽ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കനിൽ നമുക്ക് ഓൾറെഡി വെള്ളം വരുമല്ലോ, അങ്ങനെ ആ വെള്ളത്തിലാണ് നമ്മളിത് വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ അടച്ച് വെക്കണം. എല്ലാവരും ഈ ചിക്കൻ ചിന്താമണി ഇന്ന് ചോറിനുണ്ടാക്കി നോക്കേണ്ടേ. ഈ ചിക്കൻ പൊരിക്കുന്നതിനൊക്കെ നമുക്ക് ഹെൽത്തിന് നല്ലതല്ല. ഇങ്ങനെ പല ടൈപ്പ് ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് വെക്കാൻ നോക്കുക. ഇതേപോലെ എൻ്റെ വീഡിയോ ഇന്നലെ എടുത്ത സമയത്ത് പെട്ടെന്ന് ഗസ്റ്റ് വന്ന സമയത്ത് വീഡിയോ ഇതായിപ്പോയി. കുട്ടികളാരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിപ്പോയി. പിന്നെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തില്ല അപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം അടച്ച് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഇതാക്കാം കേട്ടോ. നല്ല